തന്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് തിരുത്താത്ത ഭർത്താവാ. തന്റെ ഭാര്യ ചെയ്യുന്നത് തെറ്റാണെന്നറിയാം, അവള് ചെയ്യുന്നത് പാപമാണെന്നറിയാം, എന്നിട്ടും തിരുത്താത്ത ബാപ്പാ. നീ എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും, ഹാഫിദോ ആലിമോ തങ്ങളോ നബിയോ, നീ എത്ര വലിയ ആളാണെങ്കിലും അല്ലാഹു നിന്നെ വെറുതെ വിടത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ ഭർത്താവ് ആരാണെന്നറിയുമോ? ഭർത്താവിന്റെ ഉത്തരവാദിത്വം എന്തെന്നറിയോ? നീ മദീനത്ത് പോയിട്ടുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗദ ശരീഫിന്റെ പരിസരത്ത് അതാ ജന്നത്തിൽ ബഖീ എന്ന് പറയുന്ന ഒരു ഖബർസ്ഥാൻ ഉണ്ടല്ലോ. നബിതങ്ങളുടെ മകള് കിടക്കുന്നു, നബിതങ്ങളുടെ ഭാര്യമാര് കിടക്കുന്നു, നബിതങ്ങളുടെ സ്വഹാബത്ത് കിടക്കുന്നു. ആ ജന്നത്തിൽ ബഖീ എന്ന് പറയുന്ന ഖബർസ്ഥാൻ ഉണ്ടല്ലോ. ആ ഖബർസ്ഥാനിലൂടെ നടന്നു പോകുമ്പോ ഒരടയാളം വെച്ച ഖബർ കാണാം, ഒരു പോലീസുകാരൻ കാവല് നിൽക്കുന്ന ഖബർ കാണാം. അതാരുടെ ഖബറാണെന്ന് ചോദിച്ചാ അവര് പറഞ്ഞു തരും സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബറാണ്. ആരാണ് ഉസ്മാൻ തങ്ങളെന്നറിയോ? ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫയാണ്. പടച്ചവനെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ സ്വഹാബത്ത് മുഴുവനും യുദ്ധദാ ഹജ്ജിന് പോയിരിക്കുകയാണ്. അയൽ രാജ്യങ്ങളിൽ നിന്ന് 600ഓളം വരുന്ന ശത്രുക്കൾ കടന്നു വരികയാ. ഉസ്മാൻ തങ്ങളുടെ വീട് വളയുകയാണ്, തടങ്കലിൽ വെച്ചിരിക്കുകയാണ്. ഒരാൾ അകത്തേക്ക് വിടുന്നില്ല, ഉസ്മാൻ തങ്ങളെ പുറത്തേക്ക് വിടുന്നില്ല, നിസ്കരിക്കാൻ പോലും പള്ളിയിൽ വിടുന്നില്ല. അങ്ങനെ വീടിനകത്ത് തടങ്കലിൽ വെച്ചിരിക്കുകയാണ്. വെള്ളിയാഴ്ച ജുമയ്ക്ക് പോലും വിടാതെ ഉസ്മാൻ തങ്ങളെ വീടിനകത്ത് വെച്ചിരിക്കുമ്പോ അവസാനം ഉസ്മാൻ തങ്ങള് അവിടെ നിന്ന് മുതുവെടുത്ത് നിസ്കരിച്ചു. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ശത്രുക്കൾ വാതിലിന് തീയിടുന്നത്. ഉസ്മാൻ തങ്ങളുടെ വീടിന്റെ വാതിലിന് തീയിട്ടു. എന്നിട്ട് അകത്തേക്ക് കയറി ചെല്ലുമ്പോ ഉസ്മാൻ തങ്ങൾ ഖുർആൻ ഓതുകയാ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ശത്രുക്കൾ വീടിനകത്ത് കയറി ചെന്നത്. താടിയിൽ പിടിച്ചടോ, ഉസ്മാൻ തങ്ങളുടെ താടിയിൽ പിടിച്ചിട്ട് അവര് വാളുകൊണ്ട് വെട്ടുമ്പോ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ ശത്രുക്കൾ വളഞ്ഞിട്ട് വെട്ടി നുറുക്കുമ്പോ മഹ്ദിയായ നായില ബീവി റളിയല്ലാഹു തആല അൻഹ, ഉസ്മാൻ തങ്ങളുടെ ഭാര്യയാണ്, തന്റെ ഭർത്താവിനെ കണ്ണിന്റെ മുമ്പിലിട്ട് വെട്ടി നുറുക്കുന്നത് കണ്ടപ്പോ അല്ലാഹുവേ സഹിക്കാൻ കഴിഞ്ഞില്ലടോ. ചാടി എഴുന്നേൽക്കുകയാണ്, വെപ്രാളത്തോടെ ചാടി എഴുന്നേൽക്കുകയാണ്. നായില ബീവി റളിയല്ലാഹു തആല അൻഹ ചാടി എഴുന്നേറ്റപ്പോ തലയിലിട്ടിരുന്ന തുണിയൊന്നും മാറുകയാ. തലയിലിട്ടിരുന്ന തുണിയൊന്നു മാറി. നായില ബീവിയുടെ മുടി ഇങ്ങനെ പുറത്തേക്ക് വീണു. എപ്പോഴാണെന്നറിയുമോ? ഭർത്താവിനെ കണ്ണിന്റെ മുമ്പിലിട്ട് വെട്ടി നുറുക്കുന്നത് കണ്ടപ്പോ നിലവിളിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റപ്പോഴാണ് നായില ബീവിയുടെ മുടി ഇങ്ങനെ പുറത്തേക്ക് വീണത്. ഉസ്മാൻ തങ്ങള് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഒരു ഭർത്താവിന്റെ ചുമതലയാണ്, ഒരു ഭർത്താവിന്റെ ബാധ്യതയാണ്. ഉസ്മാൻ തങ്ങള് വിളിച്ചു, നായില എന്റെ കാര്യം വിട്ടേക്ക് നായില, ഇവരെന്ത് ചെയ്താലും വിട്ടേക്ക്, ഇവരെന്ത് ചെയ്താലും നീ വിട്ടേക്ക്, നീ ആ വിഷയത്തിൽ പേടിക്കണ്ട. പക്ഷേ നായില നിന്റെ മുടി പുറത്ത് കിടക്കുന്നു, അന്യ പുരുഷന്മാര് കാണുന്നു, അത് നിന്റെ ഔറത്താനായില്ല. എത്രയും പെട്ടെന്ന് ഹിജാബ് ധരിക്കാനായില്ല. മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് ഭർത്താവ് ഭാര്യയോട് പറയുകയാണ്, നിന്റെ തലമുടി പുറത്ത് കിടക്കുന്നു, അന്യ പുരുഷന്മാരാണ് നിന്റെ മുമ്പിൽ നിൽക്കുന്നത്, അവര് നിന്റെ ഔറത്ത് കാണുന്നു, പെട്ടെന്ന് ഹിജാബ് ധരിക്കാൻ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ